വശീകരണ കലയിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് നമുക്ക് ലഭിക്കേണ്ട ലക്ഷ്യപ്രാപ്തിയെ എങ്ങനെയെങ്കിലും വൈകിപ്പിക്കുക എന്നത്. എല്ലാം വിജയിച്ചു എന്ന തോന്നൽ ഉണ്ടാക്കി കൊടുക്കുകയും അത് എല്ലാ അർത്ഥത്തിലും പൂർണ്ണതയിലേക്ക് കൊണ്ടെത്തിക്കാതിരിക്കുകയും ചെയ്യും. ചപലമായ മനസ്സുള്ളവരെന്നോ മനസ്സിന് ഇളക്കമുള്ളവരെന്നോ ഒക്കെ ഇക്കൂട്ടരെ നമുക്ക് വിശേഷിപ്പിക്കാം. സ്ത്രീകളിലും പുരുഷന്മാരിലും ഈ സ്വഭാവമുള്ളവർ നിരവധി കാണും. ആശകളുടെയും നിരാശകളുടെയും മുൾമുനകൾ ഒന്നുപോലെ സൃഷ്ടിച്ച് ഇരയെ അതിൽ കയറ്റി നിർത്തും. എന്നിട്ട് മോഹനവാഗ്ദാനങ്ങൾ വാരിക്കോരി നൽകിക്കൊണ്ട് ഇരയെ എല്ലാ അർത്ഥത്തിലും കൊതിപ്പിക്കുന്നു. ശാന്തമായി കിടക്കുന്ന കടലിന് ഒരു രീതിയിലുള്ള ഭംഗി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ആ കടലിലെ തിരമാലകളാണ് കടലിനെ വേറിട്ടതാക്കുന്നത്. മനോഹരമായ എന്നാൽ ഇടയ്ക്കൊക്കെ ഭീകരമാവുകയും ചെയ്യുന്ന ആ സാഗര തിരമാലകൾ, അതിന് അർത്ഥതലങ്ങൾ ഏറെയുണ്ട്. ശാന്തതയ്ക്ക് ഒരർത്ഥമേ ഉള്ളൂ. വ്യത്യസ്ത ഭാവങ്ങളൊന്നും അതിന് നൽകുവാനില്ല. വശീകരണ കലയിൽ വാഗ്ദാനങ്ങൾ പലതുണ്ട്. പുതിയ അനുഭവങ്ങൾ കൊണ്ട് ലഭിക്കുന്ന സുഖാനുഭൂതി, അതുവരെ ലഭിക്കാത്ത വർണ്ണക്കാഴ്ചകൾ, അധികാരം, ഇവയിൽ ഏതെങ്കിലുമോ അല്ലെങ്കിൽ തൻ്റെ ഇര ആഗ്രഹിക്കുന്നത് ഏതെങ്കിലുമോ ഉയർത്തിക്കാട്ടി വാഗ്ദാനങ്ങളിലൂടെ വലിയ പ്രലോഭനങ്ങൾ തന്നെ നൽകുകയാണ് ആദ്യം. വളരെ പെട്ടെന്നൊരു കാര്യം നേടിയെടുത്താൽ അതിന് മൂല്യം കുറയും. എന്നാൽ വിജയത്തിലേക്ക് എത്തുവാൻ ചില തടസ്സങ്ങളും പിന്നെ ആ തടസ്സങ്ങളെ നേരിട്ട് സ്വന്തമാക്കുന്നതിലും വലിയ വ്യത്യാസങ്ങൾ ഉണ്ട്. വശീകരണത്തിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. പ്രണയ ചാബല്യങ്ങൾ എന്നൊരു വാക്കു തന്നെ ഉണ്ടല്ലോ. ഇത്തരം ചാബല്യങ്ങൾ വശീകരണ കലയിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നായി മാറുന്നത് കാണാം. ആഗ്രഹങ്ങളെ ആവോളം ഉണർത്തുകയും അത് സഫലീകരിക്കുവാൻ ഉടൻ അവസരങ്ങൾ നൽകാതിരിക്കുകയും ചെയ്യുക വലിയൊരു തന്ത്രമാണത്. ചാബല്യം എന്നത് സ്ത്രീയും പുരുഷനും ഒന്നുപോലെ പ്രയോജനപ്പെടുത്താറുണ്ട്. ആഗ്രഹത്തെ ഏറെ സജീവമായി നിലനിർത്തുകയും മനസ്സിനെ അടിമപ്പെടുത്തുകയും ചെയ്യുന്നു. എവിടെയും പെട്ടുപോകില്ല എന്ന് വീമ്പിളക്കി നടക്കുന്ന പുരുഷ മനസ്സ്, അവന്റെ അഹങ്കാരമെല്ലാം നശിച്ച് കാമുകിയുടെ മുന്നിൽ വിശദീകരിക്കുവാൻ കഴിയാത്ത ചില വികാരങ്ങളുടെ പ്രേരണയാൽ വെറും കളിപ്പാവകളായി മാറുന്ന അവസ്ഥകൾ ഏറെ കൗതുകം തന്നെ. തന്റെ പങ്കാളിയെ വരുതിയിലാക്കുവാൻ സ്ത്രീകൾ ഈ തന്ത്രങ്ങളൊക്കെ ബുദ്ധിപൂർവം പ്രയോഗിക്കാറുണ്ട്. പുരുഷനും ഈ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. വശീകരണ കലയിൽ വിവിധ ഭാവങ്ങൾ നൽകുന്ന ഒന്നാണ് ചപലത അഥവാ ഇളക്കങ്ങൾ എന്നത്. ചപലതയ്ക്ക് നിരവധി ആയുധങ്ങളുണ്ട്. സ്നേഹം, കോപം, കണ്ണീര്, കുറ്റബോധം, കലഹമുണ്ടാക്കുക, ഇതൊക്കെ ചപലതയുടെ ആയുധങ്ങൾ തന്നെ. എപ്പോഴും ഒരു അകലം ഉണ്ടാക്കുന്നതിലൂടെ മറ്റുള്ളവർക്ക് ആ അകലം താണ്ടി എത്തുവാനുള്ള ആവേശം എപ്പോഴും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുവാൻ വശീകരണ വിദഗ്ധർ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതിന് കാരണമുണ്ട്. എതിർ വ്യക്തി തന്നിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ ദൂരം അവിടെ ഇല്ലല്ലോ. ആ ദൂരമാണ് വശീകരണക്കാരൻ ലക്ഷ്യം വയ്ക്കുന്ന ഏറെ പ്രാധാന്യമുള്ള ഒന്ന്. ആ ദൂരത്തിനുള്ളിൽ നിന്നുകൊണ്ട് ആ വഴിയിലാകെ വശീകരണത്തിന്റെ മനം മയക്കുന്ന സുഗന്ധപുഷ്പങ്ങൾ നിറയെ വിതറിയിട്ടുണ്ടാകും. പൂക്കളേതെന്നോ ആ പൂക്കളിലെ സുഗന്ധമേതെന്നോ പോലും തിരിച്ചറിയുവാൻ കഴിയാത്ത അവസ്ഥ. അതുതന്നെയാണ് വശീകരണക്കാരൻ ലക്ഷ്യം വയ്ക്കുന്നതും. വിലക്കുകളാലും നിയന്ത്രണങ്ങളാലും ചുറ്റിവരിയപ്പെട്ട മനുഷ്യ മനസ്സ് പലപ്പോഴും പലർക്കും ഒരു ഒഴിയാബാധയായി മാറുന്നു. ഇത്തരം ബാധകൾ മനസ്സിനെ വല്ലാതെ മഥിച്ച് നാം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ബലികഴിച്ചുകൊണ്ട് മനസ്സിനെ വഞ്ചിച്ച് ജീവിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് നാം ഒക്കെ അറിയാതെ എത്തിച്ചേരുന്നു. അത് സത്യത്തിൽ നമുക്ക് വേണ്ടിയല്ല, പിന്നെയോ സമൂഹത്തിനു വേണ്ടി, നല്ല വ്യക്തി ചമയൽ എന്ന കാര്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി മാത്രം. പക്ഷേ മനസ്സിന്റെ ചപലതകൾ അതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. വശീകരണ കലയുടെ വിത്തുകൾ മുളപ്പിക്കുവാൻ പാകത്തിൽ സകലതിലും നമ്മുടെ മനസ്സ് പരുവപ്പെട്ടിരിക്കുകയാണ് എപ്പോഴും. സദാചാര നിയന്ത്രണങ്ങളിൽപ്പെട്ടും അബദ്ധധാരണകളിൽപ്പെട്ടും മനസ്സ് വല്ലാതെ ആകുല ചിന്തകളിൽപ്പെട്ട് ഉഴലുമ്പോഴാണ് ജീവിതത്തിന്റെ സ്വാഭാവികത നഷ്ടമാകുന്നതും. സ്വാഭാവികമായ ഒഴുക്കിനെ തടഞ്ഞു നിർത്തുമ്പോൾ അത് തടഞ്ഞു നിന്ന് മലിനമാകുന്നു എന്നർത്ഥം. സ്വാഭാവിക വികാരങ്ങളും ആഗ്രഹങ്ങളും ബലികഴിച്ച് മനസ്സിനെ പൂട്ടിവെക്കുന്ന തരത്തിലേക്ക് മാറ്റപ്പെടുമ്പോൾ ആ മനസ്സ് നാം പോലും അറിയാതെ ചപലതയുടെ അഥവാ ഇളക്കത്തിന്റെ പര്യായമായി മാറുകയും ചെയ്യുന്നു. ആ ചപലത രണ്ടുപേർ മാത്രമേ അറിയുന്നുള്ളൂ. ചപല മനസ്സുള്ള വ്യക്തിയും പിന്നെ ആ മനസ്സിലേക്ക് വശീകരണത്തിന്റെ വിത്തുകൾ വാരി വിതറുവാൻ കാത്തിരിക്കുന്ന വ്യക്തിയും. ഒരുപാട് ശാഖകളുള്ള വൃക്ഷത്തിലാണ് കാറ്റ് കൂടുതൽ ഏൽക്കുന്നതും കാറ്റിൽ ആടി ഉലയുന്നതും. അതുപോലെ തന്നെയാണ് മനുഷ്യ മനസ്സിന്റെ അവസ്ഥയും. വൃക്ഷത്തിന്റെ ശാഖകൾ പോലെ വിവിധങ്ങളായ ചിന്തകളാൽ മനസ്സ് ആടി ഉലയുമ്പോൾ അത് വീഴ്ത്തുവാൻ അല്ലെങ്കിൽ വശീകരിക്കുവാൻ വളരെ എളുപ്പമാകുന്നു. എത്ര വേരുകൾ ഭൂമിയിലേക്ക് ആഴ്ന്നു നിൽക്കുന്നുവെങ്കിലും ശിഖരങ്ങൾ ആടി ഉലയുവാനും ഒടിഞ്ഞു വീഴുവാനുമൊക്കെ സാധ്യതകൾ ഏറെയുണ്ട്. സ്വപ്നം കാണുവാൻ കഴിയുന്ന ഒരു മനസ്സ് മനുഷ്യന് ഉള്ളിടത്തോളം ഇത്തരം ആന്തരിക സംഘർഷങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം ജീവിതത്തിന്റെ കയ്പു നിറഞ്ഞ വഴികളിലൂടെ ഇഷ്ടമല്ലെങ്കിലും നാം അറിയാതെ സഞ്ചരിച്ചു പോകുമ്പോൾ
സ്വപ്നങ്ങൾ എല്ലാവർക്കും ഒരു തണല് തന്നെയാണ്. എപ്പോഴും സ്വപ്നം കാണാം. ഉറക്കത്തിൽ കാണുന്ന സ്വപ്നത്തെ അല്ല ഇവിടെ അർത്ഥമാക്കുന്നത്, ബോധത്തോടെ കാണുന്ന സ്വപ്നങ്ങൾ. ആ സ്വപ്നങ്ങൾ അവസാനമില്ലാതെ തുടരുകയാണ്. ഒപ്പം വശീകരണത്തിന്റെ മായാവലയത്തിൽ അറിഞ്ഞോ അറിയാതെയോ അകപ്പെട്ടു പോവുകയും ചെയ്യുന്നു. രാത്രിയും പകലും നിരന്തരം എത്തുന്നത് പോലെ അതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും അവസാനിക്കുന്നിടത്ത് ചപലതയും അവസാനിക്കും. പക്ഷെ അതൊരിക്കലും സംഭവിക്കാത്തതുകൊണ്ട് ചപലതയും ഇളക്കങ്ങളുമൊക്കെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വിസ്മയകരമായ ഒന്ന് മനുഷ്യ മനസ്സു തന്നെയാണെന്നത് സത്യം. അതിൻ്റെ ഉടമസ്ഥർക്ക് പോലും സ്വന്തം മനസ്സിനെ നിർവചിക്കുവാനോ മനസ്സിലാക്കുവാനോ കഴിയാത്ത ഒന്ന്. എത്ര അത്ഭുതമാണിത്! പർവ്വതങ്ങളെയൊക്കെ അനായാസം കീഴടക്കുവാൻ നമുക്ക് സാധിക്കും. പക്ഷേ സ്വന്തം മനസ്സിനെ കീഴടക്കുക എന്നത് വലിയ ബുദ്ധിമുട്ട് തന്നെ. ആ മനസ്സിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന വശീകരണ കലയുടെ കിരണങ്ങൾ കൂടിയാകുമ്പോൾ ഏതാണ്ട് എല്ലാം പൂർത്തിയാകുന്നു എന്നതല്ലേ ശരി?